ഗ്രീമ മോഡേൺ അല്ല, ഗ്രീമയ്ക്ക് പഠനം കുറവാണ്, സ്ത്രീധനം കിട്ടിയത് പോരാ തുടങ്ങി നിരവധി കാര്യം പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ഈ കുട്ടിയെ അയാൾ ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടിൽ തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ ഇയാൾ ഒരു ഡിവോഴ്സിന് പോലും സമ്മതിച്ചില്ല എന്നുള്ള കാര്യം കൂടി ബന്ധുക്കൾ. ഈ കഴിഞ്ഞ ദിവസം ഒരു മോന്റെ, ഒരു പുന്നാര സുന്ദര കില്ലാടിയായിട്ടുള്ള മകന്റെ ആക്രാന്തം കാരണം ഒരു അമ്മയും മകളും ആത്മഹത്യ ചെയ്ത വാർത്ത ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകളൊന്നും ഈ ഒരു വിഷയമെടുത്ത് സംസാരിക്കുന്നത് ഞാൻ കണ്ടില്ല. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്മൾ എല്ലാവരും സംസാരിച്ചിരിക്കേണ്ട, പ്രത്യേകിച്ച് നിങ്ങളെ എല്ലാവരെയും അറിയിച്ചിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം നടന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒരു മോന്റെ ആക്രാന്തം, പണത്തിനോടുള്ള ആക്രാന്തം, സ്റ്റാറ്റസിനോടുള്ള ആക്രാന്തം. 6 വർഷം മുമ്പ് ഗ്രീമ എന്ന് പറയുന്ന ഒരു പാവം പെൺകുട്ടിയെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു നാറി കല്യാണം കഴിച്ചു. 25 ദിവസമേ അവൻ ആ പെൺകുട്ടിയുടെ കൂടെ ജീവിച്ചുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ വിദേശത്തേക്ക് പൊടിയും തട്ടിപ്പോയി. 6 വർഷം ആ പെൺകുട്ടി അവന് വേണ്ടി കാത്തിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൻ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലൊക്കെ വെച്ചൊന്ന് കാണും, അത്രേ ഉള്ളൂ. അല്ലാതെ കൂടുതലായിട്ടൊന്നുമില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അവന്റെ ഒരു ബന്ധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വന്നതാണ് ആ സുന്ദര കില്ലാടി. അവിടെ ഈ പെൺകുട്ടിയും അമ്മയും ചെന്നിട്ടുണ്ടായിരുന്നു. അവരെ മറ്റുള്ള ബന്ധുക്കളുടെ മുമ്പിൽ വെച്ച് അവൻ നിസ്സംശയം, അവൻ എന്തിനത് നമുക്ക്, എനിക്കിപ്പോഴും അത് പറയുമ്പോൾ എന്തോ പോലെയാണ്. നിസ്സംശയം നമുക്ക് പറയുമ്പോൾ അവന് ഭ്രാന്താണ്, സീരിയസ്ലി. ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് സ്വന്തം ഭാര്യയും ഭാര്യയുടെ അമ്മയും പച്ചക്കാട്ടിയവൻ, മനസ്സിലായില്ലേ? അതിന്റെ സങ്കടത്തിൽ അവർ തിരിച്ചു വന്നിട്ട് ആത്മഹത്യ ചെയ്തു. ഒരുപാട് കാര്യങ്ങളിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പുതിയ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. നമുക്ക് എല്ലാം സംസാരിക്കാം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ആദ്യമേ തന്നെ ഒരു കാര്യം, ഞാൻ വീഡിയോ ക്ലിപ്പിലേക്ക് എല്ലാം പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, സ്വന്തം പെൺമക്കളെ ഒരിക്കലും കാശ് കൊടുത്ത് കെട്ടിച്ച് വിടാതിരിക്കുക, മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരുത്തൻ മറ്റേ സ്ത്രീധനമെന്നും പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ കാലം മാറിപ്പോയി. വേണമെങ്കിൽ നീ കെട്ടിയാൽ മതി, ഇല്ലെങ്കിൽ പോടാ എന്ന് പറഞ്ഞു വിട്ടേക്കണം, മനസ്സിലായോ? കാശ് കൊടുത്ത് 200 പവനൊക്കെയാ, കൂടാതെ ഒരുപാട് സ്വത്തുക്കൾ. അവനതൊന്നും പോരെന്ന്, അവന് ഡോക്ടറിനെ കിട്ടിയേനെന്ന്. ആ പെൺകുട്ടി എംടെക്കുകാരി എന്തുവാ? എന്താണെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ന്യൂസ് ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. കൂടുതൽ നമുക്ക് വിഷമം തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അവരുടെ ബന്ധുക്കളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഗ്രീമയുടെയും അമ്മയുടെയും മരണവുമായി ബന്ധപ്പെട്ട ഇന്നലെ നമ്മൾ അവരുടെ വീട്ടിൽ പോയിരുന്നു. അവർ മരിച്ച കിടന്ന ആ വീട്ടിൽ പോയിരുന്നു. ഗ്രീമയുടെ അമ്മയുടെ 2 സഹോദരങ്ങളാണ് നിലവിൽ ഇപ്പോൾ ആ വീട്ടിൽ ഉള്ളത്. അവരെ മരണാനന്തര ചടങ്ങുമൊക്കെയായി ബന്ധപ്പെട്ട് അവിടെ ഉള്ളതാണ്. അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അരുൺ സൂചിപ്പിച്ചത്. നിരന്തരമായി ഈ ഉണ്ണികൃഷ്ണൻ ഗ്രീമയെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. എംടെക് കാരിയാണ് ഗ്രീമ. LBS കോളേജിൽ നിന്നാണ് എംടെക് എടുത്തത്. പക്ഷേ എംടെക് ആയിരുന്നിട്ട് പോലും IIT റാങ്ക് ഹോൾഡറായ ഉണ്ണികൃഷ്ണൻ പലപ്പോഴും ഇത്തരത്തിൽ ഗ്രീമയെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് IIT റാങ്ക് ഹോൾഡർ അവൻ. നിങ്ങളൊന്ന് ആലോചിച്ചേ, വിവരമില്ലാത്തോണ്ടല്ലേ, വിദ്യാഭ്യാസം ഇല്ലാത്തോണ്ടല്ലേ, തലയ്ക്ക് പ്രാന്ത്, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ ഇവനെയൊക്കെ. ഈ വിദ്യാഭ്യാസത്തിലൊന്നും വലിയ കാര്യമില്ല എന്ന് ഇങ്ങനെയുള്ള ചില നാറികളാണ് തെളിയിച്ചു തരുന്നത്. ഈ അടുത്തായിട്ട് IIT റാങ്ക് ഹോൾഡറാ അവൻ, എംടെക്കുകാരിയെ പറ്റത്തില്ലെന്ന്. ഇതൊക്കെ ഇവന് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അറിയത്തില്ലായിരുന്നോ? പിന്നെ എന്തിനാ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് ഇവൻ ചെന്നു? ആ പെൺകുട്ടിയും അമ്മയും എന്തിനു വേണ്ടി ഇവനെ വെയിറ്റ് ചെയ്തു ഈ 6 വർഷം എന്നൊരു ചോദ്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടി നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. എന്തിനാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്? വേറെ ഒന്നും കൊണ്ടല്ല, ആ പരനാറി ഡൈവേഴ്സ് പോലും കൊടുക്കത്തില്ലായിരുന്നു, ഇട്ട് നരകിപ്പിക്കുമായിരുന്നു ആ പെൺകൊച്ചിനെ. നമുക്ക് ബാക്കി കേൾക്കാം. അവർക്ക് കുറച്ചുകൂടി നല്ല ഒരു ബന്ധം കിട്ടുമായിരുന്നു. ഡോക്ടർമാരടക്കമുള്ള ആളുകളൊക്കെ തന്നെ വിവാഹാലോചനയൊക്കെ വന്നതാണ്. ഗ്രീമയ്ക്ക് വിദ്യാഭ്യാസം കുറവാണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് പല ഘട്ടത്തിലും വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 200 പവൻ സ്വർണം നൽകിയാണ് ഇവർ ഗ്രീമയെ വിവാഹം കഴിച്ചയച്ചത്. പക്ഷെ അതിൽ കൂടുതൽ സ്വർണവും പണവും ഒക്കെ ഉള്ള ഒരു വീട്ടിൽ നിന്നും തനിക്ക് വിവാഹം കഴിക്കാനുള്ള ഒരു കാലിബർ തനിക്ക് ഉണ്ടായിരുന്നു എന്ന് പല തരത്തിലും പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി കുടുംബം പറയുന്നുണ്ട്. അത് മാത്രമല്ല, അയർലൻഡിൽ കുറെ അധികം നാളുകളായി അയർലൻഡിൽ നിന്ന് അവിടെ പഠിച്ച PhDക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു ഉണ്ണികൃഷ്ണൻ. അതുകൊണ്ട് തന്നെ ഗ്രീമ നാട്ടിലും ഉണ്ണികൃഷ്ണൻ അയർലൻഡിലുമാണ് ഉണ്ടായിരുന്നത്. പല ഘട്ടങ്ങളിലും
അങ്ങോട്ടേക്ക് ഫോൺ വിളിച്ച് ഇയാളെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ ഫോൺ എടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് കൂടി ഈ ബന്ധുക്കളായ ആളുകളൊക്കെ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് ഒരു 5-6 വർഷം ഇയാൾക്ക് വേണ്ടി ഈ ഗ്രീൻ കാത്തിരുന്നു എന്ന് തന്നെ പറയുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പല ഘട്ടങ്ങളിലും ഇയാൾ നാട്ടിൽ വരുമ്പോൾ ഇയാൾ അറിയിക്കില്ല നാട്ടിൽ വന്നു എന്നുള്ള കാര്യം. അവരുടെ ബന്ധുക്കളൊക്കെ ആരെങ്കിലും പറഞ്ഞറിയുമ്പോൾ ഗ്രീമ അവിടെ ചെല്ലും. പക്ഷെ അവിടെ ചെന്നാലും വൈകുന്നേരം ആകുമ്പോഴേക്കും ഗ്രീമയോട് ആ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോകൂ എന്ന്, സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകൂ എന്ന് ഇയാൾ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്ന് കൂടി ബന്ധുക്കൾ എന്തായാലും പറഞ്ഞു വെക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആട്ടുവിടും. ഈ നാട്ടിൽ വന്നാലും അവരെ അറിയിക്കത്തില്ല. അവരന്വേഷിച്ച് ബാക്കിയുള്ള ബന്ധുക്കൾ ആരെങ്കിലും പറഞ്ഞിട്ട് ചെന്നാലും വൈകുന്നേരം ആകുമ്പോൾ നീ പൊക്കോണം, നീ ഇവിടെ നിൽക്കാൻ പാടില്ല, ആ ഒരു മൂഡായിരുന്നു അവന്. എന്നാ പിന്നെ ഈ നാറിക്ക് ആ പെങ്കുച്ചിന് ഡിവോഴ്സെങ്കിലും കൊടുക്കാൻ മേലായിരുന്നു. അതും കൊടുത്തില്ല അവൻ. അവൻ മ്യൂച്വലായിട്ട് വേണ്ട, അല്ലാതെ ഈ പെൺകുട്ടിക്കും അമ്മയ്ക്കും ഒക്കെ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യായിരുന്നല്ലോ. ഇവനിൽ നിന്ന് രക്ഷപ്പെട്ടൂടായിരുന്നു. എന്തിന് ഇവനിൽ തന്നെ കടിച്ചു തൂങ്ങി നിന്നു? ആ ഒരു സൈഡിൽ നിന്ന് കൂടെ ഞാൻ ചോദിക്കും കേട്ടോ, എന്തിന്? ചില ആൾക്കാർ ഇപ്പൊ പറയും കല്യാണമല്ലേ, എങ്ങനെ ഒരുത്തനെ കളയാൻ പറ്റും എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ കളഞ്ഞായിരുന്നെങ്കിൽ ഇപ്പൊ ആ പെങ്കുച്ചിന്റെ അമ്മയും ജീവനോട് ഇരിക്കത്തില്ലായിരുന്നോ? ഈ ഒരുപാട് അഭിമാനം, ആ ഒരു സാധനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ നിൽക്കരുത്. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവിടെ അഭിമാനം നോക്കാൻ പോയപ്പോ 2 ജീവനാ പോയത്. എന്തിന്? വേറൊരു നാര് ചെയ്ത തെറ്റിന്റെ ഭാഗമായിട്ട് ഇവരുടെ ജീവൻ ഇല്ലാതാക്കി. എന്തിന്? ഡിവോഴ്സും വാങ്ങിച്ച് ഇവന്റെ കൊടുത്തതല്ല, ഇവന്റെ നിന്ന് തിരിച്ചു മേടിച്ച് ആ പെൺകുട്ടിക്ക് വേറെ നല്ല വിവാഹം കഴിക്കാമായിരുന്നു. 2ാം വിവാഹക്കാരനെ തന്നെ കെട്ടണമെന്നൊന്നും ഇല്ല. ചിലപ്പോ എല്ലാം മനസ്സിലാക്കി കല്യാണം കഴിക്കാത്ത ഒരാൾ തന്നെ വരും. പിടികിട്ടിയോ? ഇന്ന് 1ാം വിവാഹം 2ാം വിവാഹം അങ്ങനത്തെ ആ സാധനം എടുത്ത് കളയണം നമ്മള്. കാരണം നമുക്ക് എല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റും. ഇതുപോലത്തെ ഒരേ കുഴി പോയി ചാടും. അതിനകത്തൊന്ന് രക്ഷപ്പെടാൻ പറ്റിക്കഴിഞ്ഞാൽ എപ്പോ രക്ഷപ്പെടാൻ തോന്നുന്നു അപ്പൊ രക്ഷപ്പെട്ടോണം. പിന്നെ നിൽക്കരുത് അതിനകത്ത്. അബദ്ധങ്ങൾ പറ്റും, ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. 200 പവൻ എന്നൊക്കെ പറയുമ്പോ എത്ര ലക്ഷം രൂപയായില്ലേ? ലക്ഷങ്ങളൊക്കെ കഴിഞ്ഞ് കോടി എത്തത്തില്ലേ? ഒരു പവൻ ഇപ്പൊ 1 ലക്ഷം രൂപ എടുത്തങ്ങാണ്ടുണ്ട്. എന്റെ ദൈവമേ, ഇവനൊക്കെ ബാക്കി കേൾക്കാം നമുക്ക്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഇയാളുടെ ഒരു ബന്ധു മരിച്ചതുമായി ബന്ധപ്പെട്ട് ഇയാൾ നാട്ടിലേക്ക് വരുന്നത്. നാട്ടിൽ വന്നപ്പോൾ ഗ്രീമയും അമ്മയും ഈ മരണത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ആ വീട്ടിൽ ഈ ഉണ്ണികൃഷ്ണന്റെ ബന്ധുവിന്റെ വീട്ടില് ചെല്ലുന്നുണ്ട്. അവിടെ വെച്ച് ഇവർ ഈ മരണാനന്തര ചടങ്ങൊക്കെ കഴിഞ്ഞ് പോകുവാണെന്ന് പറയാൻ വേണ്ടി ഉണ്ണികൃഷ്ണന്റെ അടുത്ത് ചെന്നപ്പോഴേക്കും നിങ്ങൾ എന്തിനാണ് എന്നോട് പോകുവാണ് എന്ന് പറയുന്നത് എന്ന രീതിയിലൊക്കെ സംസാരിച്ച് അത് ചെറിയൊരു വാക്ക് തർക്കത്തിലേക്കൊക്കെ കലാശിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഗ്രീമയുടെ അമ്മയ്ക്ക് അവിടെ വെച്ച് ചെറിയ രീതിയിലുള്ള ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുകയും ഒക്കെ ചെയ്തു. ആ ഒരു ദുഃഖത്തിലാണ് ഇവർ തിരിച്ച വീട്ടിലേക്ക് വന്ന് ആത്മഹത്യ ചെയ്തത് എന്നുള്ള കാര്യം തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. ഇപ്പോൾ എന്തായാലും പൂന്തുറ പോലീസ് മുംബൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മുംബൈ എയർപോർട്ടിൽ വെച്ച് ഇയാളെ മുംബൈ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ തിരിച്ച് പൂന്തുറ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുവാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചത്. അത് നിങ്ങൾ അറിഞ്ഞായിരുന്നല്ലോ അല്ലെ? അവൻ ഇവിടുന്ന് നാട് കടക്കാൻ ശ്രമിച്ചു ബോംബെ എയർപോർട്ടിൽ വെച്ച്. പക്ഷെ പോലീസ് അങ്ങ് പൊക്കി, ലുക്കൌട്ട് നോട്ടീസ് ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബോംബെ പോലീസ് പൊക്കി. അതിനുശേഷം ഇപ്പൊ പൂന്തുറ പോലീസ് പോയിട്ടുണ്ട്. കൊണ്ടുവരട്ടെ അവരെ. പക്ഷെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യൂ ഇവനെയൊക്കെ? എന്റെ ചോദ്യം അതാ, എന്ത് ചെയ്യും? 14 ദിവസം റിമാൻഡ് ഇത്രയല്ലേ ഉള്ളൂ. 1 കൊല്ലമെങ്കിലും ഇവനൊക്കെ അകത്ത് കിടക്കും? എനിക്ക് തോന്നുന്നില്ല. ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ സൂക്ഷിക്കുക. പെൺമക്കളുള്ള അച്ഛനമ്മമാരോടാണ് ഒരിക്കലും, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക്, പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് ഒരുത്തരും മോളെ കൊടുക്കണ്ടോ? പിടികിട്ടിയോ? ഇന്ന് കല്യാണം എന്ന് പറയുന്ന സാധനമൊന്നും അത്ര വലിയ ഒരു മാങ്ങയല്ല. പിടികിട്ടിയോ? ഇന്ന് ഒരു കുടുംബജീവിതം, നല്ല കുടുംബജീവിതങ്ങൾ എനിക്ക് തോന്നുന്നത് ഉണ്ട്. ഇല്ലാന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. നല്ല കുടുംബജീവിതം നയിക്കുന്ന ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും, ഇല്ലേ? അതുപോലെ തന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരുപാട് ആളുകളും ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. എനിക്കറിയാം, ഞാൻ പല കമന്റും കണ്ടിട്ടുണ്ട്. എനിക്ക് റിപ്ലൈ ചെയ്യാൻ അവരോട് എന്ത് പറയണം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു അമ്മയുടെ മോളുടെ വീഡിയോ ചെയ്തപ്പോൾ പോലും അതിനകത്ത് ഒരുപാട് ആളുകളുടെ കമന്റ് ഞാൻ കണ്ടു. പക്ഷെ എന്ത് പറയും അവരോട് എന്നായിരുന്നു ഞാൻ ആ കമന്റൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക്. നിങ്ങൾ സങ്കടപ്പെടണ്ട എന്ന് പോയിരുന്നു പറയാൻ പറ്റുമോ? അല്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരുടെ സങ്കടം മാറുമോ? ഞാൻ അതാ ചിന്തിച്ചത്. വെറുതെ ഒരു നല്ല വാക്ക് പറഞ്ഞ് എന്തിനാണ്? ഒരു ഷോ കാണിക്കാൻ ഞാൻ നിൽക്കേണ്ട, അതിന്റെ ആവശ്യമില്ല. ഉത്തരമില്ല എനിക്ക് അവരോട് പറയാൻ. ഇനിയും അങ്ങനെ ഉത്തരം കൊടുക്കാൻ എനിക്കൊരു അവസരം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പ്ലീസ്, സ്വന്തം മക്കളെ കൊലയ്ക്ക് കൊടുക്കാതിരിക്കുക. മനസ്സിലായോ? നിങ്ങളുടെ മക്കളുടെ പൈസ കണ്ടിട്ടല്ല, നിങ്ങളുടെ പൈസ കണ്ടിട്ടല്ല, ഇഷ്ടം തോന്നി ഓക്കെ ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്ന് കരുതി ഒരുത്തൻ വരികയാണെങ്കിൽ അവന് കെട്ടിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുത്തനെ നോക്കുകയാണ്, അറേഞ്ച് മാരേജ്, അവൻ ഇങ്ങനെ ഒരാളാണ്, അതായത് പൈസയും തേങ്ങയൊന്നും വേണ്ട, നിങ്ങൾ തന്നു കഴിഞ്ഞാൽ മതി, അത് എന്തെങ്കിലും തരുന്നുണ്ടോ തന്നേക്ക്, അത് നിങ്ങളുടെ മോക്കുള്ളത്. ആ രീതിയിൽ വരുന്നവരെ
കെട്ടിച്ചു കൊടുക്ക്, അവനൊക്കെ കെട്ടിച്ചു കൊടുക്ക്. അതല്ലാതെ ഈ ഈ ഈ ചോദിച്ച് എരന്ന് 200 കിട്ടിയാലും പോരാ, അവക്ക് വിദ്യാഭ്യാസമില്ല. നിങ്ങൾ അവന്റെ, ഞാൻ തന്നേൽ അവന്റെ ഫോട്ടോ കൊടുത്തേക്കാം, നിങ്ങൾ അവന്റെ പറയുന്നത് ശരിയല്ല, പക്ഷെ ഇത്രയും വേഴ്സ് കേസ് ആയതുകൊണ്ട് മാത്രം പറയുകയാണ്. അവന്റെ മോന്തായം കണ്ടോ നിങ്ങൾ? അടിച്ച് ചെകള പൊളിക്കണ്ടേ അവന്റെയൊക്കെ. അവൻ ആ പെങ്കൊച്ചിനെയൊക്കെ കിട്ടിയതുണ്ടല്ലോ, അവന്റെ പുണ്യം അങ്ങനെ കരുതി. അത് നിങ്ങളൊന്ന് ആലോചിച്ചു. എനിക്കൊന്ന് നല്ലൊരു മനസ്സാണ് ആ പെങ്കൊച്ചിൻ്റെത്. 6 വർഷമൊക്കെ ഈ നാറിക്ക് വേണ്ടി. ഇല്ലെങ്കിൽ അവർക്ക് തന്നെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മ്യൂച്വൽ ഡിവോഴ്സ് വേണ്ട, അതല്ലാതെ അവർക്ക് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യായിരുന്നു. ഉറപ്പായിട്ടും അവർക്ക് ഡിവോഴ്സ് കിട്ടിയേനെ. കുറച്ച് താമസിച്ചായിരുന്നെങ്കിലും അവർക്ക് കിട്ടിയേനെ. കാരണം 6 വർഷം മുമ്പ് കല്യാണം കഴിച്ചു, 25 ദിവസം നിന്നിട്ടേ ഉള്ളൂ. പിന്നെ ആ പെങ്കൊച്ചിനെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അങ്ങനെ ഒരുത്തനെ എന്താണെങ്കിലും ഇതാണ് റീസൺ എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടും ഡിവോഴ്സ്. അവന് താല്പര്യമില്ല. എന്തിന് എന്റെ ജീവിതം കളയുന്നു എന്ന് പറഞ്ഞാൽ കുട്ടി മുന്നോട്ട് വന്നായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഡിവോഴ്സ് കിട്ടിയേനെ. എന്നിട്ടും ആ പാവം ഈ നാറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ബാക്കി കേൾക്കാം. പിന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എന്താണെങ്കിലും പറയണേ. ഈ വിഷയത്തിൽ എനിക്ക് അറിയണം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന്. നിങ്ങളുടെ അടുത്തും കാണും ഇതുപോലുള്ള ചില നായി മക്കള് ഇല്ലേ, അറിയാതെ വായിന്ന് വീണ് പോകുന്ന. ക്ഷമിക്കുക, ബാക്കി കേൾക്കാം. ിട്ടുള്ളത് ഇയാൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസ് നിലവിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കൊണ്ടുവന്ന കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ്. കല്യാണമൊക്കെ കഴിക്കുന്ന സമയത്ത് വലിയ സന്തോഷത്തിലായിരുന്നു. കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്നു ഗ്രീമയുടെ അച്ഛനെന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം അച്ഛൻ ഈ സങ്കടത്തെ തുടർന്ന് ഹൃദ്രോഗം ബാധിച്ച് മരിക്കുന്നു, കുഴഞ്ഞു വീഴുന്നു. പിന്നീട് ഇപ്പോൾ അമ്മയും മകളും ആത്മഹത്യ ചെയ്യുന്നു. ഇനി ആ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ആരുമില്ല, എല്ലാം പോയി എന്നുള്ളതാണ്. അത്ര സന്തോഷത്തോടെയാണ് കല്യാണം. 25 ദിവസം കണ്ടല്ലേ ഇവർ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളൂ. സാന്ത്വന, അതെ അരുൺ, 6 വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. ഈ 6 വർഷത്തിന് മുമ്പ് 200 പവനൊക്കെ നൽകി വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ കൃഷി ഓഫീസറായ രാജീവും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യ സജിതയും മകളായി ഗ്രീമയെ വിവാഹം കഴിച്ചയച്ചത്. പക്ഷേ 25 ദിവസം മാത്രമാണ് ഇവർ ഒന്നിച്ച് താമസിച്ചത്. ആത്മഹത്യാക്കുറിപ്പിൽ അത് അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. 25 ദിവസമാണ് എന്റെ മകളും അയാളുമായി ഒന്നിച്ച് ജീവിച്ചത്. 25 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വസ്ത്രം ഊരി മാറ്റുന്ന ലാഘവത്തോടെ എന്റെ മകളെ അയാൾ ഉപേക്ഷിച്ചു എന്നാണ് ആ ആത്മഹത്യാക്കുറിപ്പിൽ ഗ്രീമയുടെ അമ്മ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ 25 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ തിരിച്ച് അയർലൻഡിലേക്ക് പോവുകയാണ് ചെയ്തത് എന്നുള്ള കാര്യമാണ് ബന്ധുക്കളിൽ നിന്ന് മനസ്സിലാകുന്നത്. പിന്നീടാണ് ഇയാൾക്ക് ഇത്തരത്തിലുള്ള തോന്നലുകൾ. ഈ ഗ്രീമ മോഡേൺ അല്ല, ഗ്രീമയ്ക്ക് പഠനം കുറവാണ്, സ്ത്രീധനം കിട്ടിയത് പോരാ തുടങ്ങി നിരവധി കാര്യം പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ഈ കുട്ടിയെ അയാൾ ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടിൽ തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ ഇയാൾ ഒരു ഡിവോഴ്സിന് പോലും സമ്മതിച്ചില്ല എന്നുള്ള കാര്യം കൂടി ബന്ധുക്കൾ പറയുന്നുണ്ട്. ഒഴിവാക്കാമായിരുന്നു എന്നുള്ള. ഇയാൾക്കൊക്കെ ഈ കല്യാണം എന്ന് പറയുന്നത് ഒന്ന് സ്ത്രീധനം വാങ്ങാനുള്ള ഒരു പരിപാടി, 2 നാട്ടുകാരുടെ മുമ്പിലെ സ്റ്റാറ്റസ് സിമ്പിൾ, അത്രേ ഉള്ളൂ. ഈ അതൊക്കെ ഡിവോഴ്സ് കൊടുത്താൽ നാട്ടുകാർ പറയുള്ളൂ. ഡിവോഴ്സ് ആണെന്ന് പറയുന്നത് ഒരു വലിയ കുറ്റമായിട്ട് കണക്കാക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അത് തന്നെയായിരിക്കും സംഭവം. ഡിവോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അയ്യോ സ്റ്റാറ്റസ് പോകത്തില്ലേ അവന്റെ? പിന്നെ മേടിച്ച പൈസ മൊത്തം തിരിച്ചു കൊടുക്കേണ്ട വരത്തില്ലയോ? അവനൊന്നും പറ്റത്തില്ല. പക്ഷെ കേട്ടല്ലോ നിങ്ങള്, ആ പെൺകുട്ടി മോഡേൺ അല്ല, അവക്ക് വിദ്യാഭ്യാസം പോല. എന്തൊക്കെയാ അവന് പോലാത്തെ? അവനൊന്നും പോല. അവനാണെങ്കിൽ എല്ലാം തികഞ്ഞവൻ. അവന്റെ കഷ്ടിപ്പേട്ട തലയൻ. വേറെന്തൊക്കെയോ പറയാൻ വായിക്കാത്ത ഇങ്ങനെ വരുന്നുണ്ട്, മിണ്ടാതെ വെച്ചേക്കോ. ഞാൻ പിള്ളേരൊക്കെ ചിലപ്പോൾ അടുത്തിരിപ്പുണ്ടായിരിക്കുമല്ലോ. നിങ്ങളെ ഡിസ്ക്ലൈമർ പറയാനും വിട്ടുപോയി. കഷ്ടം. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും സ്വന്തം മക്കളെ ഇതുപോലുള്ള നാറികൾക്ക് തിന്നാനിട്ട് കൊടുക്കാതിരിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇവനൊക്കെ ചിലപ്പോൾ മറ്റേ വേറെ വല്ലതും ആയിരിക്കും. ഇനി ഇവൻ അറിയില്ല, ഇനിയിപ്പോൾ പുറത്താണല്ലോ, അവിടെ ഇനി ഇവന് വേറെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ, അവിടെ ഇനി വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടോ, ഒന്നും നമുക്കറിയത്തില്ല. ഇനി അതുകൊണ്ടാണോ ഈ പെങ്കൊച്ചിന്റെ കാശ് എങ്ങനെയെങ്കിലും അങ്ങ് പിഴുങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇവള് പൊക്കോളുമല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കാം ഇവരിങ്ങനെ ടാട്ടിക്കൊണ്ടിരുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.